ഗുഡ് ഈവനിങ് ടു യു. നമസ്കാരം. എൻ്റെ പേര് മാർവിൻ ബിനോ. ഞാൻ മാഞ്ചസ്റ്ററിൽ നിന്ന് വരുന്നു. 2001 മുതൽ ഡൽഹിയിലെ മഹാരാജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാജിക് റിസർച്ച് സെന്ററിലൂടെ മാജിക്കിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരികയും UK-യിൽ വന്നതിന് ശേഷവും ലണ്ടൻ സ്കൂൾ ഓഫ് മാജിക്കിൽ നിന്ന് മാജിക്കിൽ തുടർന്ന് പഠിക്കുകയും അതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാജിക് അഥവാ ഇന്ദ്രജാലം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ എല്ലാം ഉള്ളിൽ എന്തോ ഒരു നിഗൂഢ ലോകമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ശരിക്കും മാജിക് എന്ന് പറയുന്നത് ഒരു കലയാണ്. സയൻസിൻ്റെ പിൻബലത്താൽ നിരന്തരമായ പ്രാക്ടീസിലൂടെയും സ്പീഡിലൂടെയും നേടിയെടുക്കുന്ന ഒരു കലയാണ് മാജിക്. നമ്മുടെ വെസ്റ്റേൺ കൺട്രികളിലും യൂറോപ്യൻ കൺട്രികളിലെല്ലാം പതിറ്റാണ്ടുകൾക്ക് മുൻപേ മാജിക് ഒരു ജനപ്രിയ കലയായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ 1980കളുടെ പകുതി വരെ മാജിക് ഇതുപോലെ ജനപ്രിയ കലയായിരുന്നില്ല. അന്ന് വരെ ഈ കലയെ കൊണ്ടു നടന്നിരുന്നവർ തെരുവ് പാമ്പാടികളും സർക്കസുകാരും മന്ത്രവാദികളും കൂടോത്രക്കാരും ഒക്കെയായിരുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ യുവ മജീഷ്യന്മാരായ ഗോപിനാഥ് മുതുകാട്, സാമ്രാട്ട് എന്ന് വിളിക്കുന്ന സാമ്രാജ്യമെല്ലാം മാജിക്കിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരികയും അവരുടെ ശിഷ്യത്തിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, മുൻ ചീഫ് ജസ്റ്റിസ് മണിമട്, മുൻ ചീഫ് സെക്രട്ടറി ലിസി ജേക്കബ് എന്നിവരെല്ലാം മാജിക് അഭ്യസിക്കാൻ ആരംഭിക്കുന്നതോടുകൂടിയാണ്. അതോടൊപ്പം ദൃശ്യമാധ്യമങ്ങൾ അഭൂതമായ രീതിയിൽ വളരുകയും ചെയ്തതോടുകൂടി മാജിക് ഇന്ന് ഇന്ത്യയിലും ഒരു ജനപ്രിയ കലയായിരിക്കുകയാണ്. മാജിക് ഇഷ്ടമാണ് കുട്ടികൾക്ക്? ആണല്ലേ? ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്ന ഒരു മാജിക് വാണ്ടാണ്. ഒരു മജീഷ്യന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വെപ്പണാണ് മാജിക് വാണ്ട്. വിത്തൗട്ട് മാജിക് വാണ്ടോടുകൂടി ഒരു മജീഷ്യൻ മാജിക് അവതരിപ്പിക്കാറില്ല. എന്നാൽ ഇന്ന് ഞാൻ ഈ മാജിക് വാണ്ട് ഇല്ലാതെയാണ് മാജിക് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരാൾക്ക് മാജിക് വാണ്ട് തരാം. ആർക്ക് വേണം? ഓക്കെ 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 അപ്പോൾ എന്ത് ചെയ്യണം? ഇത്രയേറെ ഡിമാൻഡുള്ളപ്പോൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാം?
താങ്ക് യു വെരി മച്ച്. വീണ്ടും കുട്ടികളെ പരിചയപ്പെടുത്തുന്നത് ഒരു സിൽക്കാണ്, ഒരു ബ്ലാക്ക് സിൽക്ക്. പക്ഷേ ഈ സിൽക്കിനുള്ളിലും ഒരു മാജിക് അടങ്ങിയിരിപ്പുണ്ട്. വീണ്ടും ഒരു ക്യാൻഡിലാണ് കുട്ടികളെ പരിചയപ്പെടുത്തുന്നത്. കത്തി നിൽക്കുന്നൊരു ക്യാൻഡിൽ. വീണ്ടും കുട്ടികളെ പരിചയപ്പെടുത്തുന്നത് ഒരു ക്യാൻഡിലാണ്. താങ്ക് യു വെരി മച്ച്. ഇനി നമ്മൾ സാധാരണ കുട്ടികൾക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ക്രിസ്മസിനൊക്കെ കേക്ക് വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എന്നാൽ ലൈവായിട്ട് ആരും ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തതായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ ആരും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് ഞാൻ ലൈവായിട്ട് ഹോട്ട് ചോക്ലേറ്റ് മാജിക് ഫോറാൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന് വേണ്ടത് മോൻ സ്റ്റേജിലേക്ക് പോരെ, മോളോടെ പോരെ. കുട്ടികളുടെ പേരെന്താ? പേര് പറഞ്ഞോ. മോളുടെ പേരോ? റോഷൻ. അപ്പോൾ ഈ കുട്ടികളാണ് എന്നെ ഇന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. മജീഷ്യന്മാർ സാധാരണ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെക്കുമെന്ന് പറഞ്ഞു. അപ്പം കുട്ടികളെ മുൻപിൽ നിർത്തിക്കൊണ്ട് ലൈവായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയാണ്. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ചോക്ലേറ്റ് പാനാണ്. ഇത് മജീഷ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു ചോക്ലേറ്റ് പാനാണ്. MD ആണ്. ഇത് കുട്ടികൾ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇതിനുള്ളിൽ എന്തെങ്കിലും മജിക്കുകൾ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഒന്ന് നോക്കിയോ. എന്തെങ്കിലും ഉണ്ടോ? പിടിച്ചോ. ഇല്ല. മോൾ നോക്കിയോ? ഇല്ല. ഓക്കെ, ഇങ്ങോട്ട് പോലെ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഓരോ ഐറ്റംസുകൂടെ ഒന്നിന് പുറകെ ഒന്നായി ഇടുകയാണ്. ആദ്യം നമ്മൾ ഇടുന്നത് ചോക്ലേറ്റ് പൗഡർ. വീണ്ടും നമ്മൾ വീറ്റ് ഫ്ലോർ, വീണ്ടും ഷുഗർ, ഇനി ഇതിലേക്ക് എടുത്തത് ചോക്ലേറ്റ് പൊതിയാനുള്ള പേപ്പേഴ്സ്, നമ്മൾ ഇതിലേക്ക് തീ കത്തിച്ചിടുകയാണ്. മൂടി വയ്ക്കുന്നു. അപ്പോൾ ഇനി ചോക്ലേറ്റ് ആകാനുള്ള സമയമാണ്.
അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു ചെറിയ പ്രസന്റ് കൂടെ തരികയാണ്. ജസ്റ്റ് 1 മിനിറ്റ്. കുട്ടികൾ വന്നതിന് കുട്ടികൾക്ക് പ്രോത്സാഹനമായിട്ട് ഒരാൾക്കൊരു ബലൂൺ. വീണ്ടും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വീണ്ടും ഇവിടെ പരിചയപ്പെടുത്തുന്ന ഒരു ബലൂണാണ്. വീണ്ടും കുട്ടികളുടേതായിട്ടാണ്. കുട്ടികളെ പരിചയപ്പെടുത്തുന്നത് എ ക്ലൗൺ മാജിക് കളറിംഗ് ബുക്ക്. ഓക്കെ, watch the world pass you by. People change and faces seem to fade away. You're alone in this place that you call, but I'll always be വീണ്ടും കുട്ടികൾക്ക് സ്നോയൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ മജീഷ്യന്മാർ സ്നോ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, മജീഷ്യന്മാർ എങ്ങനെയാണ് സ്നോ ഉണ്ടാക്കണേ? ഇനി കുട്ടികളെ പരിചയപ്പെടുത്തുന്ന ഒരു MD ആയ ബൈക്ക്